സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 ഈ ഒരു 7ാമത്തെ ആഴ്ചയിൽ ആരാവും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാനായിരിക്കും നമ്മൾ ബിഗ് ബോസിൻ്റെ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. അപ്പം ഇതുവരെയും ഇന്നത്തെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. അതായത് സാറ്റർഡേ സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. സാറ്റർഡേയിൽ ഇനി എവിക്ഷൻ കാണിക്കുന്നുണ്ടോ അതോ സൺഡേ ആണോ സാധാരണയിൽ കാണിക്കുന്നത് പോലെ കാണിക്കുന്നത് ഒരു ഐഡിയയുമില്ല. കാരണം ഈ ഒരു 7ാമത്തെ ആഴ്ച എത്തി ഒരു ഡബിൾ എവിക്ഷന് സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. എന്നാൽ സിംഗിൾ എവിക്ഷനിൽ ഒതുക്കുമോ, ഇനി അടുത്ത ആഴ്ചത്തേക്ക് വേറെ പല രീതികളിലും വന്ന് 2-3 പേരെ ഒന്നിച്ച് ഔട്ടാക്കാനാണോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ആഫ്റ്റർനൂൺ ആവും ഷൂട്ടിംഗ് കഴിയാൻ. അന്നേരത്തേക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. 2ാമത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതി വരെയൊക്കെ ആകുമ്പോഴത്തേന് എവിക്ഷൻ്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം 100% നമുക്ക് ഇന്നയാളാണ് പുറത്തേക്ക് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. നിലവിൽ ഈ ഒരാഴ്ച നമുക്ക് 13 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിൽ ആർക്കാണ് സാധ്യതകൾ കൂടുതൽ, അതുപോലെ തന്നെ വോട്ടിങ്ങിൽ ആരൊക്കെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിക്റ്റായി പോകാൻ സാധ്യതകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഷോർട്ടായിട്ട് നോക്കാം. അപ്പം അതിൽ നിന്ന് ആരൊക്കെയും ആയിരിക്കണം പോകുന്നത്. കാരണം അതിൽ നമുക്ക് ഇതുവരെയും വന്ന് നോക്കിക്കഴിഞ്ഞാൽ അൺഒഫീഷ്യൽ പോളുകളുടെ റിസൾട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കറിയാൻ പറ്റും ഓഡിയൻസിൻ്റെ ട്രെൻഡ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആരാണ് പുറത്തേക്ക് പോകാൻ സാധ്യതകൾ കൂടുതലെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 13 പേരാണ് ഈ ഒരു നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിൽ മുത്തുകുമാരൻ, സൗന്ദര്യ, VJ വിശാൽ, ജാക്വലിൻ, അതുപോലെ തന്നെ റാണവ്, പവിത്ര, അരുൺ പ്രശാന്ത്, സാച്ചന, റയാൻ, തർഷിക, വർഷിനി, ശിവകുമാർ, അതുപോലെ തന്നെ ആനന്ദി. അങ്ങനെ മൊത്തം 13 പേരിൽ നമ്മുടെ ശിവകുമാർ ബോയ്സിന് കഴിഞ്ഞ് ഈ ഒരു വീക്കിലി നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുകയും ശിവകുമാറിനെ സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 12 പേരാണ് ഇനി നോമിനേഷനിൽ ബാക്കിയുള്ളത്. അതിൽ ലീഡിംഗ് ആയിട്ട് നമുക്കൊരു അൺഒഫീഷ്യൽ പോളുകളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധ്യത ഏറ്റവും കുറവുള്ള കുറച്ച് ആൾക്കാരുണ്ട് എവിക്റ്റായി പോകാൻ. അതിൽ ലീഡിംഗ് ആയിട്ട് വോട്ടിൽ നിൽക്കുന്നത് മുത്തുകുമാരൻ, സൗന്ദര്യ, VJ വിശാൽ, ജാക്ലിൻ, റാണവ്, പവിത്ര എന്നിവരൊക്കെയാണ്. അരുൺ പ്രശാന്ത്, ഇവരൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലീഡിംഗ് വോട്ടിൽ നിൽക്കുന്നത്. അതിൽ സൗന്ദര്യക്കൊക്കെ അത്യാവശ്യം ടോപ്പ് ലിസ്റ്റിൽ നല്ല രീതിയിൽ വോട്ടിങ് നിൽക്കുകയാണ്. നമ്മുടെ തമിഴ് BB ഓഡിയൻസ് ഒക്കെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, എന്താണ് അവരുടെയൊക്കെ ഈ ഒരു വോട്ടിംഗ് ഫോർമാറ്റ്, അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ബിഗ് ബോസിനുള്ളിൽ ഈ ഒരു സീസൺ 8 ഒരു അട്ടർ വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം സൗന്ദര്യ. പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാനുകളില്ല. ആകെയുള്ളത് ആ ഒരു മുടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും കുറച്ച് ക്യൂട്ട്നെസ് കാണിക്കും. ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാസ് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് വെച്ചിട്ട് ഭയങ്കര ഹ്യൂജ് PR വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പോസ്റ്റ് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കണ്ടമാനം അടിച്ചിറക്കുകയാണ്. എന്നിട്ടും ഈ വോട്ടിങ് ഈ ഓഡിയൻസിന് എന്താണ് ഇത്ര കോമൺ സെൻസ് ഇല്ലേ എന്നാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വോട്ട് ചെയ്തു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു, അതോ വേറെ രീതിയിൽ വരുന്ന വോട്ടുകളാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് സൗന്ദര്യയുടെ ഒക്കെ ഒരു വോട്ടിംഗ് ലിസ്റ്റ് അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ കാണുന്നത്. കാരണം ഇത്രമാത്രം എന്തുകൊണ്ട് വരുന്നു? അതിൽ കൂടുതൽ കുറച്ചെങ്കിലും ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്ന പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിലുണ്ട്. അപ്പം ഇത്രയ്ക്ക് വോട്ട് എങ്ങനെ സൗന്ദര്യക്ക് കിട്ടുന്നു എന്ന് പോലും എനിക്ക് അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലും കാണും കുറേ കണ്ടസ്റ്റൻസ് ഒക്കെ ന്യൂട്രൽ അടിച്ച് എസ്കേപ്പ് ആയിട്ട് സേഫായിട്ട് രീതിയിൽ മുന്നോട്ട് പോകുന്നവർ. എന്നാൽ പോലും അവർക്കൊന്നും ഈ പറയുന്ന ടോപ്പ് ഭയങ്കരമായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഒന്നും ഇല്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറിപ്പോകുന്നു. പക്ഷേ സൗന്ദര്യക്കൊക്കെ കണ്ടമാന വോട്ടിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ലിസ്റ്റിലേക്ക്, അതായത് ടോപ്പ് 2 ടോപ്പ് 3 ലിസ്റ്റിലേക്കൊക്കെ വരുന്ന രീതിയിലാണ് സൗന്ദര്യക്കൊക്കെ വോട്ടിംഗ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു താല്പര്യങ്ങൾ വരുന്നതെന്ന് BB ഓഡിയൻസിൻ്റെ ആ ഒരു താല്പര്യവും വോട്ടിംഗ് ഫോർമാറ്റുകൾ പോലും മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരാവും പുറത്തേക്ക് എന്നത്. അപ്പം ഡേഞ്ചറസ് സോണിൽ വരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദി വരുന്നുണ്ട്, വർഷിനി, അതുപോലെ തന്നെ സാച്ചന, തർഷിക എന്നിവരൊക്കെയാണ് അത്യാവശ്യം ഡേഞ്ചറസ് സോണിൽ എന്ന് പറയാൻ പറ്റുന്ന. റയാനും കൂടെ നമുക്ക് കൂട്ടാം ഈ ഒരു തവണ ഡേഞ്ചറസ് സോണിൽ വരുന്നത്. അതുപോലെ തന്നെ സാച്ചന, ആനന്ദി, വർഷിനി, ഇവർ 3 പേരുമാണ് മോസ്റ്റ് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന 3 കണ്ടസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റയാന് അതുപോലെ തന്നെ പവിത്രയൊക്കെ ഒരു പരിധി വരെ കയറിപ്പോകുന്നുണ്ട്. എന്നാൽ പോലും റയാനെയും കൂടെ കൂട്ടി 4 പേരെ നമുക്ക് ഈ ഒരു ആഴ്ചത്തെ ഡേഞ്ചറസ് സോണിൽ കൂട്ടാം. അതിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് സാച്ചന, ആനന്ദി, വർഷിനി ഇത് എങ്ങനെ വേണമെങ്കിലും ആക്കാം. ചിലപ്പം ബിഗ് ബോസിൻ്റെ ചെറിയ താല്പര്യങ്ങളൊക്കെ കാണിച്ച് ചിലപ്പോൾ സാച്ചനേനെ ചിലപ്പോൾ എസ്കേപ്പ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ആനന്ദീനെ എസ്കേപ്പ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിട്ട് വർഷിനിനെ പുറത്തേക്കാക്കാനും ഇതിനകത്തൊരു പെർസെൻറ്റേജ് ഓഫ് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആനന്ദി ഡബിൾ വിഷം വന്നു കഴിഞ്ഞാൽ ആനന്ദി ഓർ സാജന വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും. കാരണം തമിഴ് ബിഗ് ബോസ് കംപ്ലീറ്റ്ലി പാർഷ്യലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ വോട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പേരിന് മാത്രമേ ഉള്ളൂ എന്ന് മലയാളം ബിഗ്
ബോസ് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാം പാർഷ്യാലിറ്റിയിൽ തന്നെയാണ്. പിന്നെ പ്രേക്ഷകരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. കുറേയൊക്കെ ഏകദേശം പ്രേക്ഷകരുടെ ട്രെൻഡിനനുസരിച്ചൊക്കെ വരും. എന്നാൽ പോലും മാക്സിമം അവർ ഫേവറിസം കാണിക്കാൻ നോക്കും. നമുക്ക് നോക്കാം ആരൊക്കെയാകും ഈ ഒരു 7ാമത്തെ ആഴ്ച എവിഷനിൽ പുറത്തേക്ക് പോകുന്നത് എന്ന്. ഈ ഒരു ഇന്നത്തെ ദിവസത്തെ ഷൂട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നാളത്തെ ഷൂട്ടിൻ്റെയും കൂടെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടത്തുള്ളൂ. അപ്പം ഇനി 50ാമത്തെ ദിവസത്തേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ, അതായത് കഴിഞ്ഞ മുൻ ആഴ്ചകളിൽ പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻസിന് ആരെങ്കിലും റീ എൻട്രി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ചെറിയ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരായിരിക്കും വരാൻ പോകുന്നത് എന്ന്. അപ്പം പ്രേക്ഷകരെല്ലാം വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള കുറച്ചല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ടിങ്ങിൽ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ആനന്ദി, സാച്ചന, അതുപോലെ തന്നെ വർഷിനി, തർഷിക, റയാൻ എന്നിവരൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ 8 കാണുന്ന പ്രേക്ഷകരൊക്കെ, നമ്മുടെ മലയാളം പ്രേക്ഷകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക. ആരായിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതൽ, അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് ആരൊക്കെയാണെന്നൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.